അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണം. ഇലക്ഷൻ കഴിഞ്ഞാൽ റിസൾട്ട് അറിയുന്നത് വരെ ഉള്ള ദിവസങ്ങൾ പല ആളുകളും ആശങ്കയുടെയും ആശയുടെയും ഇടയിൽ ബേജാറും വെപ്രാളവുമായി കണക്കുകൂട്ടലുകളും കിഴിക്കലുകളും നടത്തുന്നു. ചർച്ചകൾ ഗംഭീരമാക്കുന്നു. പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞ് കേട്ടത് തന്നെ വീണ്ടും കേട്ട് ആ ദിവസം വരെ തള്ളി നീക്കുന്നു. മാധ്യമങ്ങൾക്ക് അവയുടേതായ ആവശ്യങ്ങളും താല്പര്യങ്ങളുമുണ്ട്. കോടിക്കണക്കിന് മണിക്കൂറുകൾ ആളുകൾക്ക് നഷ്ടപ്പെടുന്നു. അവസാനം റിസൾട്ട് വരുമ്പോൾ ഈ ചർച്ചകളുടെ ഫലമായല്ല റിസൾട്ട്, നിഗമനങ്ങളുടെ ഫലമായിട്ടല്ല റിസൾട്ട്, കണക്കുകൂട്ടുകളുടെ ഫലമായിട്ടല്ല റിസൾട്ട്, ആളുകൾ വോട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസൾട്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളുടെ നിലപാട് എന്തായിരിക്കണം എന്നത് വ്യക്തമാണ്. നമുക്ക് കനമേറിയ ഖുർആനാണ് കിട്ടിയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആറ്റിക്കുറുക്കിയ വാക്കുകളാണ് പറഞ്ഞത്. അള്ളാഹു അരുളി സൂറത്തുർ റഅദ് 17-ാമത്തെ ആയത്തിൽ വെള്ളപ്പൊക്കം വന്ന് നുരയും പതയുമായി വെള്ളം ആർത്തലച്ച് വന്ന് ഒലിച്ചു പോകുന്നു. അവസാനം നുരയും പതയുമൊക്കെ പോയി ജനങ്ങൾക്ക് ഉപകാരമുള്ളത് മാത്രം മണ്ണിൽ നിലനിൽക്കുന്നു എന്ന്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനിഹി, തനിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കലാണ് ഒരാൾ മുസ്ലിമാകുന്നതിലെ നന്മ എന്ന്. പ്രപഞ്ച സൃഷ്ടാവിന് സമർപ്പിക്കുന്ന ഒരു മനുഷ്യന് അത്യാവശ്യമുള്ള കാര്യങ്ങളെ സംസാരിക്കേണ്ടതുള്ളൂ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരാണോ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നത് ഫല്യഖുൽ ഖൈറ, നല്ലത് പറയുക, ഔ ലിയസ്മുത്ത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. കേൾക്കുന്നതും കാണുന്നതും അങ്ങനെ തന്നെ, ഒരേപോലെയുള്ള കാര്യങ്ങൾ ചെറിയ വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനു വേണ്ടിയുള്ള വാഗ്വാദങ്ങൾ, വാശിയേറിയ കനമേറിയ വാക്കുകൾ, പലതരത്തിലുള്ള ഗീബത്ത് നമീമത്തുകളെല്ലാം ഒന്നും അവസാനം നമുക്ക് കാര്യമില്ല. അതിനാൽ നമുക്ക് ശ്രദ്ധിക്കാം, സമയം നല്ല വഴിക്കും നല്ല നിലക്കും ചിലവഴിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണം. രോഗികളായി ഈ സദസ്സിലും വീടുകളിലും ആശുപത്രികളിലുമുള്ളവർക്ക് അള്ളാഹുവെ ശിഫ നൽകണേ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, കൂട്ടുകുടുംബാദികൾ, ഭാര്യ, ഭർത്താക്കന്മാർ എല്ലാവർക്കും അള്ളാഹുവെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.